മൂന്നാം നരേന്ദ്രമോദി സർക്കാരിലെ മന്ത്രിമാരുടെ വകുപ്പുകൾ പ്രഖ്യാപിച്ചു. സുരേഷ് ഗോപിക്ക് ടൂറിസം, പെട്രോളിയം, പ്രകൃതിവാതക വകുപ്പുകളും ജോർജ് കുര്യന് ന്യൂനപക്ഷ ക്ഷേമം, ഫിഷറീസ്, മൃഗസംരക്ഷണ വകുപ്പുകളും ലഭിച്ചു. ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് മന്ത്രി ജോർജ് കുര്യൻ പറഞ്ഞു. കേരളവുമായി ചേർന്ന് പ്രവർത്തിക്കുന്നതിന് തടസ്സമില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ആദ്യം ജോർജ് കുര്യന്റെ പ്രതികരണത്തിലേക്ക്. ന്യൂനപക്ഷ ക്ഷേമം എനിക്ക് പരിചയമുള്ള ഒരു മന്ത്രാലയമാണ്. മൈനോറിറ്റി കമ്മീഷൻ്റെ വൈസ് ചെയർമാൻ എന്ന രീതിയിൽ അതിൻ്റെ സ്കീമുകൾ നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യ മുഴുവൻ ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്. അതിൻ്റെ നിയമങ്ങളൊക്കെ തന്നെ, സ്കീമുകൾ എല്ലാം തന്നെ എനിക്ക് മനഃപ്പാഠമാണ്. പിന്നെയുള്ളത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട, തീരദേശ ജനതയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഫിഷറീസാണ്. അതുപോലെ തന്നെ ക്ഷീരകർഷകരെ ബാധിക്കുന്ന അല്ലെങ്കിൽ അവരുടെ ക്ഷേമം നോക്കുന്ന ആനിമൽ ഹസ്ബൻഡറിയാണ് ആൻഡ് ഡയറി. അപ്പോൾ ഈ രംഗത്ത് എന്നാൽ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യുന്നതാണ്, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ബി.ജെ.പി. മന്ത്രിമാരുടെ വകുപ്പുകളിൽ കാര്യമായ മാറ്റമില്ല. അമിത്ഷാ ആഭ്യന്തര വകുപ്പിലും രാജ്നാഥ് സിംഗ് പ്രതിരോധ വകുപ്പിലും നിർമ്മല സീതാരാമൻ ധനവകുപ്പിലും തുടരും. നിതിൻ ഗഡ്കരി ഗതാഗത വകുപ്പ് തുടർന്നും വഹിക്കും. ജെ.പി. നദ്ദയാണ് പുതിയ ആരോഗ്യമന്ത്രി. ടി.ഡി.പി. അംഗം റാം മോഹൻ നായിഡുവിന് വ്യോമയാനവും ജെ.ഡി.യു നേതാവ് ലലൻ സിംഗിന് ഫിഷറീസും പഞ്ചായത്തി രാജും ലഭിച്ചു. ചിരാഗ് പാസ്വാന് ഭക്ഷ്യ സംസ്കരണവും എച്ച്.ഡി. കുമാരസ്വാമിക്ക് വ്യവസായവും ഉരുക്കു വകുപ്പും നൽകി. ശിവരാജ് സിംഗ് ചൗഹാനാണ് പുതിയ കൃഷി മന്ത്രി. ഏറ്റവും പുതിയ വിവരങ്ങൾ ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നൽകും. ബൽറാം, ബി.ജെ.പി. അവരുടെ പ്രധാനപ്പെട്ട മുഖങ്ങളെ അതത് വകുപ്പുകളിൽ നിന്നും മാറ്റിയിട്ടില്ല. അമിത്ഷാ വകുപ്പ് മാറിയേക്കുമെന്ന സൂചനയുണ്ടായിരുന്നു. ധനവകുപ്പിലേക്ക് മറ്റൊരാൾ വരുമെന്നൊക്കെ അഭ്യൂഹങ്ങളുണ്ടായിരുന്നു. അതൊന്നുമല്ല, ആ വകുപ്പ് തുടർന്നും വഹിക്കും. പ്രധാനമന്ത്രി മന്ത്രിസഭാ യോഗത്തിൽ പറഞ്ഞത് ഒരു തുടർച്ചയുണ്ടാകട്ടെ എന്നാണ് പറഞ്ഞത്. എന്താണ് വകുപ്പ് വിഭജനത്തിന്റെ വിശദാംശങ്ങൾ? കേരളത്തെ സംബന്ധിച്ച് 2 സഹമന്ത്രിമാർക്ക് ശ്രദ്ധേയമായ വകുപ്പുകൾ ലഭിച്ചിട്ടുണ്ട് എന്നതും ഈ ഘട്ടത്തിൽ എടുത്തു പറയേണ്ടതാണല്ലോ, അല്ലേ? വിജയകുമാർ, തീർച്ചയായും കേരളത്തിലെ 2 മന്ത്രിമാരെ സംബന്ധിച്ചിടത്തോളം കേരളവുമായി ഏറെ ബന്ധപ്പെട്ട് കിടക്കുന്ന വകുപ്പുകൾ തന്നെ ലഭിച്ചിരിക്കുന്നു എന്നുള്ളത് ഏറെ ശ്രദ്ധേയമാണ്. പ്രത്യേകിച്ച് ജോർജ് കുര്യനെ സംബന്ധിച്ചിടത്തോളം ന്യൂനപക്ഷ ക്ഷേമം, ഫിഷറീസ്, ഇതുകൂടാതെ യാണ് മൃഗസംരക്ഷണം എന്നീ വകുപ്പുകൾ. കാർഷിക മേഖലയിലും മൃഗസംരക്ഷണ മേഖലയിലും കൂടാതെ മത്സ്യ മേഖല ഉൾപ്പെടെയുള്ള മേഖലകളിൽ അത് കേരളവുമായി ഏറെ ചേർന്ന് കിടക്കുന്ന വകുപ്പുകളാണ്. ഒപ്പം തന്നെ സുരേഷ് ഗോപിക്ക് ടൂറിസം, കേരളത്തെ സംബന്ധിച്ചിടത്തോളം ലോകഭൂപടത്തിൽ അടയാളപ്പെടുത്തിയ ഒരു പ്രദേശമാണ്. ടൂറിസം രംഗത്ത് ഒട്ടേറെ സംഭാവനകൾ ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയും എന്നത് വിലയിരുത്തിക്കൊണ്ട് തന്നെയാണ് ടൂറിസം മന്ത്രാലയത്തിലെ സഹമന്ത്രി സ്ഥാനം അദ്ദേഹത്തിന് നൽകിയിരിക്കുന്നത്. കൂടാതെ പെട്രോളിയം, പ്രകൃതിവാതക വകുപ്പുമാണ് സുരേഷ് ഗോപിക്ക് നൽകിയിരിക്കുന്നത്. അതേസമയം ഈ 3ാം മോദി മന്ത്രിസഭയിൽ ബി.ജെ.പിക്ക് ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം ഇല്ലാത്ത സാഹചര്യത്തിൽ സഖ്യകക്ഷികൾ സമ്മർദ്ദം ശക്തമാക്കിയിരുന്നു പ്രധാന വകുപ്പുകൾക്ക് വേണ്ടി. എന്നാൽ ബി.ജെ.പി. പ്രധാന വകുപ്പുകൾ എല്ലാം തന്നെ നിലനിർത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. മന്ത്രിസഭയിലെ 2ാമനായ രാജ്നാഥ് സിംഗ് പ്രതിരോധ മന്ത്രാലയം തന്നെ തുടർന്നും കൈകാര്യം ചെയ്യും. ആഭ്യന്തര മന്ത്രാലയം അമിത്ഷാ തന്നെയാണ് തുടരുക. ധനമന്ത്രാലയം കൈകാര്യം ചെയ്യുന്നത് 3ാം മോദി സർക്കാരിലും നിർമ്മല സീതാരാമൻ തന്നെയായിരിക്കും. കൂടാതെ വിദേശകാര്യമന്ത്രിയായി എസ് ജയശങ്കർ തുടരും. ഉപരിതല ഗതാഗതം നിതിൻ ഗഡ്കരി തന്നെയായിരിക്കും തുടർന്നും നിർവഹിക്കുക. 3ാം നരേന്ദ്രമോദി സർക്കാരിൽ മാറ്റമുണ്ടായിരിക്കുന്ന വകുപ്പുകൾ പ്രധാനമായും ആരോഗ്യ വകുപ്പിലേക്ക് ജെ.പി. നദ്ദ മടങ്ങിയെത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ബി.ജെ.പി. അധ്യക്ഷനാകുന്നതിന് മുമ്പ് അദ്ദേഹം കൈകാര്യം ചെയ്തിരുന്ന വകുപ്പാണ്. പിന്നീട് മൻസുഖ് മാണ്ഡവ്യ കൈകാര്യം ചെയ്തിരുന്ന വകുപ്പ് ജെ.പി. നദ്ദ മന്ത്രിസഭയിൽ തിരിച്ചെത്തുന്നതോടെ അദ്ദേഹത്തിന് തിരിച്ച് ലഭിച്ചിരിക്കുന്നു. വ്യോമയാന വകുപ്പ് നൽകിയിരിക്കുന്നത് ഇത്തവണ ടി.ഡി.പിക്കാണ് എന്നുള്ളതും ശ്രദ്ധേയമാണ്. കൂടാതെ ഈ മന്ത്രിസഭയിലേക്ക് എത്തിയിരിക്കുന്ന 2 പ്രധാന നേതാക്കൾ എന്നുള്ളത് മുൻ മുഖ്യമന്ത്രിയായ ശിവരാജ് സിംഗ് ചൗഹാൻ, അദ്ദേഹത്തിന് കൃഷി വകുപ്പും ഗ്രാമവികസന വകുപ്പും നൽകിയിരിക്കുന്നു. നഗരവികസന വകുപ്പ് നൽകിയിരിക്കുന്നത് ഹരിയാന മുൻ മുഖ്യമന്ത്രിയായ മനോഹർ ലാൽ ഖട്ടാറിനാണ്. കൂടാതെ റെയിൽവേ, IB, IT എന്നീ വകുപ്പുകൾ നൽകിയിരിക്കുന്നത് അശ്വിനി വൈഷ്ണവിനാണ്. അദ്ദേഹം നേരത്തെ കൈകാര്യം ചെയ്തിരുന്ന 2 വകുപ്പുകൾക്ക് അപ്പുറമായിക്കൊണ്ട് അദ്ദേഹത്തിന് IB വകുപ്പ് കൂടി ലഭിച്ചിരിക്കുന്നു. കൂടാതെ ടെലികോം വകുപ്പും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളുടെ വികസനം എന്നീ വകുപ്പുകൾ ലഭിച്ചിരിക്കുന്നത് ജ്യോതിരാദിത്യ സിന്ധ്യയ്ക്കാണ്. അദ്ദേഹം നേരത്തെ വ്യോമയാന വകുപ്പാണ് കൈകാര്യം ചെയ്തിരുന്നത്. കഴിഞ്ഞ മന്ത്രിസഭയിൽ വാണിജ്യ
വാണിജ്യം വ്യവസായ വകുപ്പുകൾ കൈകാര്യം ചെയ്തിരുന്ന പീയൂഷ് ഗോയൽ അതേ വകുപ്പുകളിൽ തന്നെ തുടരും. അതായത് ബൽറാം, ഇതിൽ ഘടകകക്ഷികൾക്ക് ഇപ്പോൾ അവർക്ക് ഏതെങ്കിലും ഒരു സുപ്രധാന വകുപ്പുകൾ വ്യോമയാനം അവർക്ക് കൈമാറിയിട്ടുണ്ട്. അതല്ലാതെ ഘടകകക്ഷികൾക്ക് BJP-യുടെ പക്കലുണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട വകുപ്പ് നൽകിയെന്ന് നമുക്ക് കാണാൻ കഴിയില്ല. ഇപ്പോൾ പഞ്ചായത്തി രാജ് ലലൻ സിംഗിന് നൽകിയിട്ടുണ്ട്. അതൊഴിച്ചു നിർത്തിയാൽ ബാക്കി പ്രധാനപ്പെട്ട വകുപ്പുകളൊക്കെ തുടർന്നും BJP തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഈ ഘടകകക്ഷികളെ എങ്ങനെയായിരിക്കും ഈ വകുപ്പ് വിഭജനത്തിൽ BJP തൃപ്തിപ്പെടുത്തിയിട്ടുണ്ടാവുക? വിജയകുമാർ, ഇതിൽ BJP തുടക്കം മുതൽ തന്നെ ഈ ഘടകകക്ഷികളുമായി സംസാരിക്കുന്ന ഘട്ടത്തിൽ BJP-യുടെ ഇതായി മുന്നോട്ട് വെച്ച ആശയങ്ങൾ, ആ വകുപ്പുകൾ വിദ്യാഭ്യാസം, സാംസ്കാരികം എന്നീ വകുപ്പുകൾ BJP RSS പശ്ചാത്തലമുള്ള വ്യക്തികൾക്ക് തന്നെ തുടർന്ന് നൽകുകയാണ് പതിവ്. ആ വകുപ്പുകൾ കൂടാതെ ഈ സുരക്ഷാ കൗൺസിലുമായി ബന്ധപ്പെട്ട വകുപ്പുകൾ, സമിതിയുമായി ബന്ധപ്പെട്ട വകുപ്പുകൾ, ഈ ധനം, പ്രതിരോധം അടക്കമുള്ള ഈ 5 വകുപ്പുകളും BJP തന്നെ കൈകാര്യം ചെയ്യും എന്നറിയിച്ചിരുന്നു. റെയിൽവേ വകുപ്പുമായി ബന്ധപ്പെട്ടായിരുന്നു അവകാശവാദങ്ങൾ പ്രധാനമായും. 3 ഘടകകക്ഷികൾ ഒരുപോലെ അവകാശവാദം ഉന്നയിച്ചത്. LJP-യും JDU-വും ഒപ്പം തന്നെ TDP-യും ഈ വകുപ്പിന് വേണ്ടി നിർബന്ധം പിടിച്ചിരുന്നെങ്കിലും അത് നിലനിർത്തിയിരിക്കുകയാണ്. അശ്വിനി വൈഷ്ണവ് തന്നെ നിലവിൽ അധികം വഹിച്ചിരുന്ന വകുപ്പ് തുടരും എന്നുള്ളതാണ്. വിജയകുമാർ സൂചിപ്പിച്ച പോലെ തന്നെ പ്രധാന വകുപ്പുകളായി TDP-ക്ക് ലഭിച്ചിരിക്കുന്ന ഒന്ന് എന്നുള്ളത് വ്യോമയാനം മാത്രമാണ്. അതോടൊപ്പം തന്നെ JDU-വിന്റെ മുൻ ദേശീയ അധ്യക്ഷൻ ലാലൻ സിംഗിന് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്ന വകുപ്പുകളിൽ ആനിമൽ ഹസ്ബൻഡറി, മൃഗസംരക്ഷണം അടക്കമുള്ള വകുപ്പുകൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. മറ്റെല്ലാ പ്രധാന വകുപ്പുകളും BJP തന്നെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ്. ഇതിൽ ഈ ആദ്യ മന്ത്രിസഭാ യോഗം ചേരുന്ന ഘട്ടത്തിലും ഇക്കാര്യത്തിൽ ഈ സഖ്യകക്ഷികൾക്ക് കടുത്ത അതൃപ്തി രേഖപ്പെടുത്തിയിരുന്നു. പ്രധാനമായും 7 സീറ്റുകൾ ഉണ്ടെങ്കിൽ പോലും ശിവസേനയ്ക്ക് ലഭിച്ചിരിക്കുന്നത് ഒരു സഹമന്ത്രി സ്ഥാനം മാത്രമാണ്. ക്യാബിനറ്റിലേക്ക് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപൂർവം സഖ്യകക്ഷി നേതാക്കളെ മാത്രമാണ് എന്നുള്ളത്. HD കുമാരസ്വാമിയെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് ഘനവ്യവസായ വകുപ്പാണ് ലഭിച്ചിരിക്കുന്നത്. അത് ഒരു സുപ്രധാന വകുപ്പായി വിലയിരുത്താവുന്ന ഒരു വകുപ്പാണ്. ഇത്തരത്തിൽ 2-3 സഹമന്ത്രിമാർക്ക് മാത്രമാണ് പ്രധാന വകുപ്പുകൾ ലഭിച്ചിരിക്കുന്നത്. എങ്കിൽ പോലും ഏറ്റവും സുപ്രധാനമായി നിർണായകമായി കരുതുന്ന വകുപ്പുകളെല്ലാം തന്നെ 3ാം നരേന്ദ്രമോദി മന്ത്രിസഭയിൽ ശരിയാണ്. സുപ്രധാന വകുപ്പുകളൊക്കെ കഴിഞ്ഞ മോദി 2ാം മന്ത്രിസഭയിലെ അംഗങ്ങൾ തന്നെ BJP കൈകാര്യം ചെയ്യുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. സഖ്യ സർക്കാർ എന്ന എല്ലാ തരത്തിലും പറയുമ്പോഴും പ്രധാനപ്പെട്ട വകുപ്പുകൾ BJP വിട്ടുകൊടുത്തിട്ടില്ല. ചുരുക്കം ചില വകുപ്പുകൾ മാത്രമേ ആ നിലയ്ക്ക് പ്രധാനപ്പെട്ടത് എന്ന നിലയിൽ ഘടകകക്ഷികൾക്ക് കൈമാറിയിട്ടുള്ളൂ എന്നത് ഒരു പ്രധാന സംഗതി തന്നെയാണ്. എങ്ങനെയാണ് ഘടകകക്ഷികളെ ഈ വകുപ്പ് വിഭജനത്തിൽ BJP അവരുടെ വിശ്വാസം ആർജിച്ചിട്ട് എന്നത് പരിശോധിക്കേണ്ട വിഷയം തന്നെയാണ്. ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്നും. ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ ജനപ്രിയ തീരുമാനവുമായി 3ാം മോദി സർക്കാർ. പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരം 3 കോടി വീടുകൾ അധികമായി നിർമ്മിക്കും. ഗ്രാമീണ നഗരമേഖലയിലെ നിർധനരായ കുടുംബങ്ങൾക്ക് അടിസ്ഥാന സൗകര്യമുള്ള വീട് നിർമ്മിക്കാൻ സഹായം നൽകുന്നതാണ് പദ്ധതി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസതിയിലായിരുന്നു ആദ്യ മന്ത്രിസഭാ യോഗം.